കണിമംഗലം ശാസ്താക്ഷേത്രം തൃശ്ശൂർ പൂരത്തിൻ്റെ കടകപൂരങ്ങളിൽ ആദ്യമായി എഴുന്നള്ളത്ത് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കണിമംഗലം ശാസ്താക്ഷേത്രം കണിമംഗലം ശാസ്താവിൻ്റെ മുന്നിൽ നിന്ന് കടകപൂരം തുടങ്ങിയില്ലെങ്കിൽ തൃശ്ശൂർ പൂരമേ ഇല്ല. തൃശ്ശൂരിൽ വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ നിന്ന് കോർപ്പറേഷൻ ബസ് സ്റ്റോപ്പിൽ നമുക്ക് നിന്നാൽ കൂർക്കാഞ്ചേരി വഴി വലിയാലിങ്കൽ വഴി കണിമംഗലം ശാസ്താക്ഷേത്രത്തിൽ എത്താം. ഈ കണിമംഗലം ശാസ്താക്ഷേത്രത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ പ്രാധാന്യമെന്ന് നമ്മളോട് തൃശ്ശൂർ പൂരത്തെപ്പറ്റിയും തൃശ്ശൂരിൻ്റെ ആധികാരികമായ ഒരു എൻസൈക്ലോപീഡിയ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പ്രിയ രാഘവേട്ടൻ ഇപ്പോൾ സംസാരിക്കും. നമസ്തേ രാഘവേട്ട. ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കണിമംഗലം ക്ഷേത്രത്തിന് ഉള്ള പ്രാധാന്യം, അതായത് കണിമംഗലം ശാസ്താവിൽ നിന്നാണല്ലോ കടകപൂരം ആദ്യം എഴുന്നള്ളിക്കുന്നത്, അതൊന്ന് ചെറുതായിട്ടൊന്നു രാഘവേട്ടൻ എന്ന് പറഞ്ഞാൽ. തൃശ്ശൂർ പൂരത്തിൻ്റെ ഘടകപൂരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കണിമംഗലം ശാസ്താവ്. കണിമംഗലം ശാസ്താവ് ആണ് ഈ പൂരത്തിൻ്റെ പ്രധാനി എന്ന് പറയാനുള്ളത്. അദ്ദേഹം രാവിലെ ഒരു 5 മണിയോടുകൂടി ഇവിടുന്ന് പുറപ്പെട്ട് തെക്കേ ഗോപുര നട വഴി നേരെ വടക്കുന്നാഥ് പ്രവേശിച്ച് വടക്കുന്നാഥിന് അഭിമുഖമല്ലാത്ത രീതിയിലാണ് ശാസ്താവാണ് അദ്ദേഹം. അതിൻ്റെ അപ്പുറത്ത് തിരിഞ്ഞുകൊണ്ട് മേളത്തോടു കൂടി വരും. കണിമംഗലം ശാസ്താവ് ചെല്ലാതെ കണ്ട് തൃശ്ശൂർ പൂരം ഉണ്ടാവുകയില്ല. കണിമംഗലം ശാസ്താവിന് വേണ്ടിയിട്ടാണ് നെയ്തലക്കാവിലമ്മ തലേ ദിവസം തെക്കേ ഗോപുരനട തള്ളി തുറക്കുന്നത്. ആ തള്ളി തുറക്കുന്നത് ശാസ്താവ് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വഴിയിലൂടെയാണ് ശാസ്താവ് പ്രവേശിച്ച. ശാസ്താവിൻ്റെ പിന്നാലെയാണ് മറ്റ് ഘടകപൂരങ്ങൾ വരാം. അപ്പോൾ ശാസ്താവാണ് പ്രഥമ സ്ഥാനീയനായിട്ടുള്ള ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വളരെ ഏറിയതാണ്. യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരം നടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കണിമംഗലം ക്ഷേത്രത്തിലെ കടകപൂര എഴുന്നള്ളിപ്പ് ആദ്യമായി പൂരത്തിൻ്റെ തൊട്ട് വടക്കുന്നാഥനിലേക്ക് എത്തണം. അതല്ലേ അതിൻ്റെ പ്രാധാന്യം. ദേവങ്ങളുടെ ദേവനാണ് ശാസ്താവ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദേവാദിദേവനായ ശാസ്താവിനെ വണങ്ങി ശാസ്താവിൻ്റെ ഐശ്വര്യത്തോടു കൂടി മാത്രമേ പൂരം തുടങ്ങാവുള്ളൂ എന്നുള്ള ഐതിഹ്യമുണ്ടെന്ന് പറയുന്നതും സത്യമല്ലേ? സത്യമാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ശരി, നിങ്ങളെ എന്തായാലും അവസരം കിട്ടുമ്പോൾ കണിമംഗലം ശാസ്താക്ഷേത്രത്തിൽ എത്താനുള്ള ഒരു ശ്രമം നടത്തണം. കണിമംഗലം ശാസ്താവ്.